ഈ ഫോട്ടോയിൽ കാണുന്ന യുവതിയെ കണ്ടോ? ഈ ഫോട്ടോ കണ്ടിട്ട് കൂടുതൽ ആളുകൾക്കും ഇതാരാണെന്ന് മനസ്സിലായി കാണില്ല, മനസ്സിലാകാതിരിക്കാനാണ് സാധ്യത. കുറച്ച് ആളുകൾക്ക് ഒന്ന് സൂക്ഷിച്ചൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോ മനസ്സിലായിട്ടുണ്ടാവും ഇതെവിടെയോ കണ്ടു മറന്ന മുഖമാണല്ലോ എന്ന്. ഞാൻ ഇതാരാണെന്ന് പറഞ്ഞുതരാം. ഇവരുടെ വീട് കൊല്ലം ജില്ലയിലെ കുളക്കട എന്ന് പറയുന്ന സ്ഥലത്താണ്. പേര് ദിവ്യ എന്നാണ്, ദിവ്യ രാജ് എന്നാണ് ഇവരുടെ പേര്. പേര് കേട്ടപ്പോ കുറച്ച് ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനിയും കുറെ ആളുകൾക്ക് ഇതാരാണെന്ന് മനസ്സിലായി കാണില്ല. കാരണം ഇപ്പൊ ഇവർ അറിയപ്പെടുന്നത് ദിവ്യരാജ് എന്ന പേരിലല്ല. ഇതാരാണെന്ന് എന്താണെന്ന് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറഞ്ഞു തരാം. ഇവരുടെ വിഷയം അല്ലെങ്കിൽ ഇവരുടെ പ്രശ്നം എന്താണ്, അല്ലെങ്കിൽ ഇവര് അന്നത്തെ അവസ്ഥയിൽ നിന്നും ഇന്നത്തെ അവസ്ഥയിലേക്ക് ആയിപ്പോകാനുള്ള കാരണം, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ നിന്നും ഈ ഒരു സാഹചര്യത്തിലേക്ക്, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇവര് ഇപ്പോ ഈ കാണുന്ന ആളല്ല, ഇന്ന് ഈ ഫോട്ടോയിൽ കാണുന്ന ആളല്ല ഇന്ന്. ഇത് പഴയ ഫോട്ടോയാണ്. അപ്പൊ ഇവരുടെ വീട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കൊല്ലം ജില്ലയിലെ കുളക്കടയിലാണ്. അപ്പൊ ഇവർക്ക് ഈ കുളക്കട എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമം, അവിടെ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. അപ്പൊ ഇവർക്ക് അങ്ങോട്ട് പോകണം എന്നുണ്ടെങ്കിൽ, ആ സ്ഥലത്തേക്ക് പോകണം എന്നുണ്ടെങ്കിൽ, അവിടെ ഒരു വീട് വെക്കണം എന്നുണ്ടെങ്കിൽ അവിടുത്തെ നാട്ടുകാരുടെ സഹായം കൂടി തരുള്ളൂ. കാരണം അങ്ങോട്ട് വഴിയോ കാര്യങ്ങളോ ഇല്ല. ഇപ്പൊ വീട് പണിക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് വഴി വേണം. അപ്പൊ ഇവര് ഈ വഴിക്ക് വേണ്ടി ഒരുപാട് പഞ്ചായത്ത് ഓഫീസുകളും പോലീസ് സ്റ്റേഷനുകളും പരാതിയും കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നു. കാരണം നാട്ടുകാരുടെ ശക്തമായ എതിർപ്പ്. ഒരിക്കലും ഇവരെ അവിടെ താമസിപ്പിക്കില്ല, അല്ലെങ്കിൽ വീട് വെക്കാൻ സമ്മതിക്കില്ല. ഇങ്ങനെ ഉള്ള നാട്ടുകാർ എല്ലാ സ്ഥലത്തും ഉണ്ടാവും. കൊല്ലം ജില്ലയിലെ കുളക്കടയിൽ മാത്രമല്ല, എല്ലായിടത്തും ഉണ്ടാവും. നമ്മളിൽ പലരും അതിന് അനുഭവസ്ഥരുമായിരിക്കും. അങ്ങനെ ഒരുപാട് ഇവര് അതിനുവേണ്ടി നടന്നു. അപ്പൊ ഏതൊരു മനുഷ്യന്റെയും ജീവിതത്തിൽ ആരും സഹായിച്ചില്ലെങ്കിലും സഹായിക്കേണ്ടവർ ഉപദ്രവിച്ചു കഴിയുമ്പോൾ മനസ്സിന്റെ താളം തെറ്റുന്നൊരു അവസ്ഥയുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോ ഇവര്. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, ഇതാരാണെന്ന് ഞാൻ ലാസ്റ്റ് പറഞ്ഞു തരാം. അപ്പോൾ ഈ നാട്ടുകാരുടെ എതിർപ്പും കാര്യങ്ങളും കാരണം ഇവർക്ക് അവിടെ വീട് വെക്കാനും കാര്യങ്ങൾക്കൊന്നും ആ സമയത്ത് കഴിഞ്ഞില്ല. ഇവരുടെ കോളേജ് പഠനകാലത്തുള്ള ഒരു ഫോട്ടോയാണ് ഇപ്പൊ ഈ കാണുന്ന ഫോട്ടോ. കോളേജില് ഒരു എഴുത്തുകാരിയും നിരൂപകയും അതുകൂടാതെ കലാപരമായ കാര്യങ്ങളിലെല്ലാം മുൻപന്തിൽ നിന്നൊരു യുവതിയാണ് ഈ യുവതി. പക്ഷെ ഇന്നത്തെ ഇവരുടെ അവസ്ഥ വളരെ ദയനീയമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അന്നത്തെ അവസ്ഥയിൽ നിന്നും ഇന്നത്തെ ഈ കാണുന്ന അവസ്ഥയിലേക്ക് ഇവരെ ആക്കാൻ പ്രധാനപ്പെട്ട കാരണം ഈ പറയുന്ന പോലെ കുളക്കടയിലെ നല്ലവരായ കുറച്ച് ആൾക്കാരുണ്ട്, നാട്ടുകാർ, അവരാണ്. അപ്പൊ ഈ നാട്ടുകാരുടെ കാര്യം ഞാൻ എടുത്തു പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സ്വന്തം പറമ്പിലേക്ക് അല്ലെങ്കിൽ കാശ് കൊടുത്ത് മേടിച്ച ഈ സ്ഥലത്തേക്ക് പോകാൻ വഴിയോ കാര്യങ്ങളോ ഇല്ലാത്ത, കുറച്ച് വഴിയുണ്ടെങ്കിൽ ഇവർക്ക് അവിടെ വീട് വെച്ച് താമസിക്കാം, അല്ലെങ്കിൽ വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങൾ കൊണ്ടുപോകുമോ, അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം ചെയ്യാം. ഇതിനെല്ലാം ശക്തമായ എതിർപ്പാണ് അവിടെയുള്ള നാട്ടുകാർ ചെയ്തത്. അപ്പോ ഈ നാട്ടുകാരെന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലെ കുളക്കടയാണ്. അവിടെയും ഈ പറയുന്ന നാട്ടുകാർ മലയാളികൾ തന്നെയാണ്. അപ്പൊ നമ്മുടെ പ്രബുദ്ധ മലയാളിയുടെ സ്വഭാവമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ മലയാളിയാണ് നമ്മുടെ കർണാടകയിലെ ഷിരൂരില് ലോറി മറിഞ്ഞ് അല്ലെങ്കിൽ മണ്ണിടിച്ചിൽ മൂലം ലോറി കാണാതായി നമ്മുടെ അർജുൻ എന്ന് പറഞ്ഞ നമ്മുടെ സഹോദരനെ കാണാതായപ്പോ, അർജുൻ തിരിച്ചു വരൂ, എന്നെ കാത്തിരിക്കുന്നു, നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്, നീ വരുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് എന്നെല്ലാം പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ തകർത്തത് ഈ പറയുന്ന മലയാളികൾക്ക് തന്നെയാണ്. വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മധു എന്ന് പറയുന്ന ഒരു ആദിവാസി യുവാവിനെ ഒരു നേരത്തെ ആഹാരം മോഷ്ടിച്ചതിന്റെ പേരിൽ, മറച്ചു വിൽക്കലല്ല കേട്ടോ, നമ്മുടെ ഈ റേഷൻ കടക്കാർ ചെയ്യുന്ന പോലെ അരി മറച്ചു വിൽക്കുന്ന പരിപാടിയല്ല, ഒരു നേരത്തെ ആഹാരം വിശപ്പിന് വേണ്ടി മോഷ്ടിച്ചെന്നും പറഞ്ഞ് തല്ലിക്കൊന്ന പ്രബുദ്ധ മലയാളി. ഈ മലയാളികളും ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ ദിവ്യരാജ് അല്ലെങ്കിൽ ദിവ്യ എന്ന് പറയുന്ന ഈ യുവതിക്ക് ഒരു വീട് വെക്കാൻ നിഷേധിച്ച, അല്ലെങ്കിൽ അവിടെ സ്ഥലം നിഷേധിച്ച, അല്ലെങ്കിൽ അങ്ങോട്ട് പോകാനുള്ള വഴി നിഷേധിച്ച ഈ പ്രബുദ്ധ മലയാളികൾ തന്നെയാണ് ഇപ്പോ ഈ അർജുൻ തിരിച്ചു വരൂ എന്നും പറഞ്ഞ് കൈകാലിട്ട് അടിക്കുന്നത്. ആ സഹോദരന്റെ വേർപാട് അല്ലെങ്കിൽ ആ സഹോദരന് സംഭവിച്ച കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും ദുഃഖവും വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വിഷമവും കാര്യങ്ങളും നമ്മൾ എല്ലാ കാര്യത്തിലും കാണിക്കണം, അല്ലേ? ഇപ്പൊ വയനാട്ടിൽ സംഭവിച്ച ആ കാര്യത്തെക്കുറിച്ച് നമുക്കെല്ലാം വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ മലയാളികൾക്ക് മാത്രമല്ല എല്ലാവർക്കും ആ ഒരു ദുരന്തത്തിൽ വിഷമമുണ്ട്. അപ്പോൾ അവസരത്തിനൊത്ത് അവസരോചിതമായി പെരുമാറുന്ന മലയാളിയാണ് പ്രബുദ്ധ മലയാളി എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലെ ആളുകൾ. ഒരാൾക്കൊരു വിഷയം ഉണ്ടായി കഴിയുമ്പോൾ അതിനുവേണ്ടി കൈകാലിട്ടടിച്ച് എന്തൊക്കെയോ പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന ആ മലയാളി തന്നെയാണ് ഈ നമ്മുടെ മധുവിനെ തല്ലിക്കൊന്നത്. ഇപ്പൊ ഈ പറയുന്നത് പോലെ ഈ ദിവ്യ എന്ന് പറയുന്ന ഈ യുവതി, ഇങ്ങനെ ഒരുപാട് കഥകൾ, ഒരുപാട് ആളുകളുണ്ട്, അനുഭവസ്ഥരായ ഒരുപാട് ആളുകളുണ്ട്.
അപ്പൊ ഞാൻ ആ ഒരുപാട് വിഷയത്തിലേക്ക് തിരിക്കുന്നില്ല. നമ്മുടെ മലയാളികളുടെ ഒരു ക്യാരക്ടർ, ഇനി ഒരു വിഷയം, ഇനി ഒരു സംഭവം എന്തെങ്കിലും ഉണ്ടായി കഴിയുമ്പോൾ അപ്പോഴും വരും മലയാളികൾ. അപ്പൊ ഈ മലയാളിയോട് എനിക്ക് പറയാൻ ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ വീടിന്റെ വാതിൽ തുറന്ന് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് നിങ്ങളുടെ അയൽപ്പക്കത്ത് കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടാവും. അവരെന്തെങ്കിലും കഴിച്ചോ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഈ കൊച്ചുകുട്ടികൾ വേണ്ട, പ്രായമായവരായിക്കോട്ടെ, അതിൽ നിങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കുക. ഒരുപാട് ആളുകൾ ഇപ്പോഴും ഉണ്ട്, ഇഷ്ടം പോലെ ആളുകളുണ്ട്. പട്ടിണി കിടക്കുന്നവരായിക്കോട്ടെ, അല്ലെങ്കിൽ ജീവിക്കാൻ വകയില്ലാത്തവരായിക്കോട്ടെ, ഒത്തിരി ഒരുപാട് ആളുകളുണ്ട്. ഞാനിത് പറയാൻ കാരണം, നമ്മുടെ അർജുനെ കാണാതായ ആ ഒരു സമയത്ത് നമ്മുടെ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കമന്റ് ബോക്സ് ഒക്കെ, ഓരോ വീഡിയോയുടെ കമന്റ് ബോക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മലയാളികളുടെ, പ്രബുദ്ധ മലയാളികളുടെ സ്നേഹത്തിന്റെ എന്താ പറയുന്നത്, അതിന് പറയാൻ വാക്കുകളില്ല. അങ്ങനത്തെ സ്നേഹമാണ്. ആ മലയാളികൾ തന്നെയാണ് ഈ പറയുന്ന നമ്മുടെ സഹോദരൻ, അല്ലെങ്കിൽ നമ്മളിൽ ഒരാളായിരുന്ന ഈ മധു എന്ന് പറയുന്ന ആളിനെ തല്ലിക്കൊന്ന കൂട്ടത്തിലുള്ളവരും ഈ മലയാളികൾ തന്നെയാണ്. അപ്പൊ അതാണ് നമ്മുടെ മലയാളികളുടെ ഒരു ക്യാരക്ടർ ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ ഞാൻ ആ വിഷയത്തിലേക്കൊന്നും കിടക്കുന്നില്ല. അപ്പൊ ഞാനിപ്പോ ഈ ദിവ്യ എന്ന് പറയുന്ന ഈ പെൺകുട്ടി ആരാണ്, എന്താണ് എന്ന് ഞാൻ പറഞ്ഞു തരാം. ഈ കാണുന്നതാണ് ഇന്നത്തെ അവസ്ഥയിൽ ഈ ദിവ്യ എന്ന് പറയുന്ന ഈ പെൺകുട്ടിയെ ഇന്നത്തെ അവസ്ഥയിലേക്ക് തള്ളിവിട്ടത് നമ്മുടെ ഈ പറയുന്ന പ്രബുദ്ധ മലയാളിയായ നാട്ടുകാർ തന്നെയാണ്.